ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. 49 കോടിയോളം രൂപ വരവും 40 കോടിയോളം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയ്ക്കും സംരംഭങ്ങൾക്കും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് വൈസ് പ്രസിഡന്റ് VH മുഹമ്മദ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീദ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. 49,99,61,724 രൂപയുടെ വരവും 40,31,72,145 രൂപയുടെ ചെലവും 9,67,89,579 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബഡ്ജറ്റാണ് ഇത്തവണ വെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്കും കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്കുമാണ് ഇത്തവണ മുൻഗണന നൽകിയിട്ടുള്ളത്. 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് സമഗ്ര മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ളതെന്ന് വൈസ് പ്രസിഡന്റ് VH മുഹമ്മദ് വ്യക്തമാക്കി. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ആസൂത്രണ സമിതി, അതോടൊപ്പം ഭിന്നശേഷി ഗ്രാമസഭ, ഊരുകൂട്ടം, സാധാരണ ഗ്രാമസഭ, പൊതുസമൂഹങ്ങളിൽ നിന്നവരെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റിന് ഒരു രൂപം നൽകിയിട്ടുള്ളത്. ഈ ബഡ്ജറ്റ് കൊണ്ട് വെങ്ങോലയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എങ്കിലും ഈ ബഡ്ജറ്റിൽ ഞാൻ കണ്ട സ്വപ്നം രാഷ്ട്രീയത്തിന് അതീതമായി, സങ്കുചിത താല്പര്യങ്ങൾക്ക് അതീതമായി എല്ലാ പ്രദേശങ്ങളിലും, വെങ്ങോലയുടെ എല്ലാ പ്രദേശങ്ങളും വികസന പ്രവർത്തനങ്ങൾ നടക്കണം. വെങ്ങോല എന്ന ഗ്രാമത്തിൽ രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ ഒരു പ്രദേശത്തും വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ പോകരുത്. ബജറ്റ് അവതരണ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീദ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ലഭ്യമാകുന്ന ഫണ്ട് വിഹിതവും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും പഞ്ചായത്ത് തനത് ഫണ്ടും മറ്റും ലഭ്യമാകുന്ന വിഭവ സ്രോതസ്സുകളും ഉൾപ്പെടുത്തിയാണ് 2026-27 ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നടപ്പു വർഷത്തെ പദ്ധതി നിർവഹണം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഏറ്റെടുത്ത പദ്ധതികൾ പരമാവധി വേഗത്തിൽ തീർപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ്. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ദാരിദ്ര്യ ലഘൂകരണം, പാർപ്പിടം, ആരോഗ്യ മേഖലയുടെ സമഗ്ര പുരോഗതി, പശ്ചാത്തല മേഖലയിൽ നിലവിലുള്ള ആസ്തികളുടെ സംരക്ഷണത്തോടൊപ്പം തന്നെ പുതിയ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ തയ്യാറാക്കിയ ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങി നിരവധി പേർ ബജറ്റ് അവതരണ വേളയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.